2026 ജനുവരി മാസം 4-ാം തീയതി മുതൽക്ക് 10-ാം തീയതി വരെയുള്ള ഒരാഴ്ചത്തെ എല്ലാ രാശിക്കാർക്കും, മേഷാദി എല്ലാ കൂറുകാർക്കും ഉള്ള സാമാന്യ ഫല നിരൂപണമാണ് ഇവിടെ നടത്തുന്നത്. അടുത്തത് മകരക്കൂറാണ്. കാപ്രിക്കോൺ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ 1ഉം 2ഉം പാദങ്ങൾ ചേർന്നതാണ് മകരക്കൂറ്. മകരക്കൂറുകാർക്ക് 12-ൽ സൂര്യനും ചൊവ്വയും ശുക്രനും ബുധനും വരുന്നുണ്ട്. 3-ൽ ശനിയും 6-ൽ വ്യാഴവും 2-ൽ രാഹുവും ഒക്കെ ആണ് ഇവരുടെ ഗ്രഹസ്ഥിതി. പറഞ്ഞാൽ ജോലി സംബന്ധിച്ച് കുറച്ച് ദുരിതങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ടാകാം. ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ അവരോട് ചെയ്യുന്ന പ്രവർത്തന മേഖലയിൽ ചില ഒറ്റപ്പെടലുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ കേൾക്കാൻ ഇടവരും. എന്നാൽ സ്വന്തം മനോബലം കൊണ്ട് അത് ഏറെക്കുറെ പരിഹരിക്കപ്പെടുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ പുതിയ അവസരങ്ങളും അവർക്ക് ഉണ്ടാകുന്നതാണ്. ധനപരമായിട്ട് അത്ര അനുകൂലമല്ല. ധനനഷ്ടം ഉണ്ടാകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെയാണ് പഴയ കടങ്ങൾ ഉണ്ടെങ്കിൽ അത് ഈ സമയത്ത് തീർക്കുന്നത് നല്ലതാണ്. അതിന് വേണ്ട ധനം കൈവശം വരികയും വന്നു ചേരുകയും ചെയ്യും. അത് ഇപ്പോൾ തന്നെ തീർക്കാൻ ശ്രമിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അതിനുള്ള സമയമാണ്, അനുകൂലമായിട്ടുള്ള സമയമാണ്. മാനസികമായിട്ട് അത്ര സ്വസ്ഥത ഉണ്ടാവുന്ന കാലമല്ല. ഉറക്കം കുറയുക, ചില മാനസിക പീഡകൾ ഉണ്ടാകുക, അതുമൂലമുണ്ടാകുന്ന മനോവ്യാപാരങ്ങൾ കൊണ്ട് ഉറക്കക്കുറവും മറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബപരമായിട്ട് അത്ര അനുകൂലമല്ല. ചില അഭിപ്രായ ഭിന്നതകളൊക്കെ കുടുംബത്തിൽ ഉണ്ടാകാവുന്നതാണ്. മാതാപിതാക്കളുമായിട്ടും നല്ല ബന്ധങ്ങൾക്ക് ചില വ്യതിയാനങ്ങൾ വന്നിരിക്കാം. അവർക്ക് ചില ദുരിതങ്ങൾ വന്നു ചേരുകയും അതുകൊണ്ട് കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇവർക്കൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ശനി ക്ഷേത്രത്തിൽ അഥവാ ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നീല പട്ട് ചാർത്തി ദർശനം നടത്തുന്നതൊക്കെ വളരെ കുറച്ചുകൂടെ നല്ലതാണ്. വെള്ള് തിരി കത്തിക്കുക, എള്ള് ദാനം ചെയ്യുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലമുണ്ടാക്കുന്നതാണ്.